അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ പലിശയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് അല്ലേ. ബാങ്കുമായിട്ടും അതുപോലെ തന്നെ ബാങ്കുമായിട്ട് കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ, ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ പലിശ വരും. അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ നമ്മുടെ സ്വർണം പണയം വെക്കുമ്പോൾ അതിന് പലിശ വരും. അപ്പോൾ അത് വിഷയമാക്കാത്ത ആളുകൾ ദീനിലും ദുനിയാവിലും അള്ളാഹൊന്നും വിശ്വാസമില്ലാത്ത, അള്ളാഹിനെ ഭയക്കാത്ത, ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾക്കൊന്നും പലിശ ഉണ്ടാവില്ല, ഒരു വിഷയം ഉണ്ടാവില്ല. പക്ഷേ ആഖിറത്തെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്ന, മരണത്തെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്ന ദീനിയായ ആളുകൾക്ക് പലിശ എന്ന് പറയുമ്പോൾ ബേജാറാണ്, പേടിയാണ്. അപ്പോൾ നമ്മൾ പലിശക്കാരനാകും, പലിശയുമായിട്ട് ഇടപെടുന്ന ഒരാളാകും എന്നുള്ളതൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. അത് ഏത് സ്വപ്നം കണ്ടാലാണ് അങ്ങനെ വ്യാഖ്യാനം വരുന്നത് എന്നുള്ളതാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നമ്മുടെ ഉള്ള സമ്പത്ത് അത് കൂടുതലാവട്ടെ കുറച്ചാവട്ടെ, നമ്മൾ സമ്പത്ത് കുറയുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനം മഹാനായ ഇമാം നാബിൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 258 പേജിൽ പറയുന്നുണ്ട്. ഒരു വസ്തു ഒരു വസ്തു അധികരിച്ചു കൂടുതലായതിനു ശേഷം അതിൽ കുറവ് സ്വപ്നം കണ്ടാൽ, അതായത് നമ്മുടെ സമ്പത്ത് കൂടി എന്നിട്ട് അത് കുറയുന്ന സ്വപ്നം കണ്ടാൽ, നമുക്ക് ഒരുപാട് കൃഷിയുണ്ട്, കൃഷിയിൽ നിന്ന് ഒരുപാട് വിളവുകൾ നമുക്ക് ലഭിച്ചു, ആ വിളവുകൾ കുറയുന്നത് നമ്മൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ ഹറാമിൻ്റെ ജോലിയിൽ ഏർപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ഹറാമിൻ്റെ ജോലിയിൽ ഏർപ്പെടും. പിന്നെ ഒരു വ്യാഖ്യാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലിശക്കാരനാകുമ്പോൾ, ഒരു ഹറാമിൻ്റെ ജോലി തന്നെയാണല്ലോ, അതായത് പലിശയുമായിട്ട് ഇടപാടുള്ള ഒരാളാകും എന്നുള്ളതാണ് വ്യാഖ്യാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹറാമായ ജോലിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹറാമായ ജോലിയിലുള്ള ആളുകളെ അള്ളാഹു നല്ലൊരു ജോലി കൊടുത്ത് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.